ൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത്, ഭരണകൂടം ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ശക്തമായി ചെയ്യേണ്ട പിന്തുണ, ഇവിടെ കർശനമായ നിയമ നിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് രാസലഹരി നിങ്ങൾ നിഷേധിച്ച് നിർത്തിയില്ല എങ്കിൽ ഇവിടെ ബീവറേജിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അത് 100% ടാക്സ് ഉണ്ട്, ലാഭമുണ്ട്. എത്ര ലാഭം കിട്ടിയാലും അതിന്റെ 1000 ഇരട്ടി ഇവിടെ ചെലവഴിക്കേണ്ടി ഈ നാടിന്റെ ഭാവി പ്രധാനങ്ങളായിരുന്ന 70 പേരല്ലേ ഈ 60 ദിവസം കൊണ്ട് 59 ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത്. ഒരു മനുഷ്യന്റെ ജീവനാണോ വലുത്? എല്ലാം ഇവിടുന്ന് കിട്ടുന്ന ടാക്സ് ആണോ വലുത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജീവന് വില നിർണ്ണയിക്കാൻ 1000 കോടി കൊണ്ട് വില നിർണ്ണയിക്കാൻ പറ്റുമോ? ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പല പല യൂണിവേഴ്സിറ്റികളും പഠിക്കുന്ന ഡിഗ്രിക്കാരും PGക്കാരും കലാലയങ്ങളിൽ വരുന്ന വളർന്നു വരേണ്ട ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റുമാകേണ്ട എത്രയെത്ര മഹാപ്രതിഭകളാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാസങ്ങളെ കൊണ്ട് ബുദ്ധിമരവിച്ച് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ശ്മശാനങ്ങളിൽ എത്തിപ്പെടുന്നത്. ആയതുകൊണ്ട് ഒന്നാമതായി നിർബന്ധമായും കർശനമായ നിയമം, അതിന്റെ അളവുകളൊക്കെ ഒന്നും മാറ്റി അതെങ്ങനെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമോ രാസലഹരി നിർബന്ധമായും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ. അതിന്റെ ഒരംശം പോലും ആരിലും കാണാൻ പാടില്ല എന്നൊരു കർശനമായ തീരുമാനം കൊണ്ടുവരിക. രണ്ടാമത്തത് ശക്തമായ ബോധവൽക്കരണം നടത്തുക. മൂന്നാമതായി സിലബസുകളിൽ ലഹരി വിഭാഗത്തെ കുറിച്ച് സ്കൂളുകളിലും കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളിലും ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് പറയുക. മൂന്നാമതായി ലഹരി അകത്ത് കിടക്കുന്ന വടികൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം തടയുക. നാലാമത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ച് മാതാപിതാക്കളും അധ്യാപകന്മാരും നാട്ടിൽ കാരണവന്മാരും ശ്രദ്ധിക്കുക. ക്യാൻസർ 4ാം സ്റ്റേജിലെത്തി, 5ാം സ്റ്റേജിലെത്തി. ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് അർത്ഥമില്ല. മറിച്ച് ക്യാൻസറിന്റെ വൈറസുകൾ വരുന്നതിന്റെ മുമ്പ് 1ാം സ്റ്റേജിലെത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ തുടക്കത്തിലേക്ക് അൾസർ ഗ്യാസ് തുടങ്ങുമ്പോൾ ചികിത്സിച്ചാൽ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. പലപ്പോഴും ഗ്യാസ് ആണ് അൾസർ ആകുന്നത്, അൾസറാണ് ക്യാൻസർ ആകുന്നത്. ഗ്യാസ് മാറ്റാൻ പറ്റാത്തൊരു രോഗമേ അല്ല എന്ന പോലെ കൂട്ടുകെട്ടുകൾ മാറുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. 5ാമതായി യാത്രകൾ ലഹരിയില്ലെന്ന് ഉറപ്പുവരുത്തുക. 7ാമതായി പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആരെങ്കിലും അതിൽ വല്ലപ്പോഴും രുചിച്ചു പോയാൽ അവനെ ഒറ്റപ്പെടുത്തരുത്, വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, നാട്ടിൽ നിന്ന് പുറത്താക്കരുത്, അവനെ മോശം പേരുകൾ വിളിക്കരുത്. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ എന്തെല്ലാം കൗൺസിലിംഗ് നടത്താവുന്നവരെ കൗൺസിലിംഗ് നടത്തി അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശം ഇല്ലെങ്കിൽ പരമാവധി ഈ അഡിക്ഷൻ സെന്ററുകൾ അവരെത്തിച്ച് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക.